വായോ. ആരത് ആരത് ടോക്കി? എന്തായ സുഖം, ഒരു പണിക്കും പോണ്ട, സുഖജീവിതം, ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഉറക്കം, പുറത്ത് കറക്കം, ഇതൊക്കെ തന്നെ അല്ലേ ടോക്കിയുടെ പരിപാടി. വരെ ടോക്കി, അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. യെസ് യെസ് യെസ്, ടോക്കി ടോക്കി, സുന്ദരി ടോക്കി. ടോക്കീനെ നമ്മൾ റെസ്ക്യൂ ചെയ്തത് എവിടുന്നാണെന്നറിയോ? എറണാകുളത്ത് നിന്ന് ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ പരാതിയും കാര്യങ്ങളൊക്കെ, അവരുടെ വണ്ടിയുടെ സീറ്റ് കവർ മാന്തുണു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഇതിനെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നു. ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. പക്ഷെ ഞങ്ങളൊന്നും ഇണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ടോക്കി, ഇണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസത്തിൻ്റെ കഴുത്തിൽ ഒരെല്ല് കുടുങ്ങി അല്ലേ ടോക്കി? എന്നിട്ട് എല്ല് കുടുങ്ങിയിട്ട് എന്താ പറയുക, ഒരു ദിവസം ഭക്ഷണമൊന്നും കഴിക്കായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചിങ്ങനെ വിരയുടെയൊക്കെ എന്തെങ്കിലും ആവും വിചാരിച്ചു. 2 ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. കുറച്ച് ലോങ്ങാണത്. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ ഉണ്ട് ഒരു വലിയൊരു എല്ല് ഇങ്ങനെ ക്രോസായിട്ട് നെക്കിലിങ്ങനെ ഇരിക്കുന്നു. പിന്നെ അനസ്തേഷ്യ കൊടുത്തു. അങ്ങനെ എന്നെ മയക്കി കെടുത്തി എടുത്തു. അതിനുശേഷം എന്നോട് ഭയങ്കര സ്നേഹം. ജീവൻ തിരിച്ചു കൊടുത്ത കാരണം എന്തോന്ന് എനിക്കറിയില്ല. അനസ്തേഷ്യ അല്ല, അതുപോലെ തന്നെ ഇവർക്കും ഇങ്ങനെ മയക്കി കെടുത്താനുള്ള സംഭവം ഉണ്ടല്ലോ, അതാണ് കൊടുത്തത് അല്ലേ ടോക്കി? വാ, വിളിച്ചാലൊക്കെ വരും കേട്ടോ, ഞാൻ വിളിച്ചാൽ മാത്രം വരും. നല്ല സ്നേഹം, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര സ്നേഹം വെച്ചാൽ ഭയങ്കര സ്നേഹം. വർക്ക് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. എൻ്റെ സിസ്റ്റത്തിൽ കയറിയിരിക്കും. എന്നെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക. സാധാരണ പൂച്ചകൾ കപട സ്നേഹിയാണെന്നാണല്ലോ പൊതുവേ പറയാറ്. പക്ഷെ ഇവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എന്തോ പെട്ടെന്ന് ഉണ്ടായ ഒരു ഭയങ്കര സ്നേഹം, പെട്ടെന്നൊരു സ്നേഹം വരിക എന്നൊക്കെ പറയില്ലേ, അത് ഇതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതാണ് എൻ്റെ ടോക്കി കുട്ടിയുടെ കഥ അല്ല ടോക്കി? അതിൻ്റെ കഥ. കണ്ട കാണിക്കണോക്ക്, കാണിക്കണോ? ഇടയ്ക്ക് കടിക്കുക കേട്ടോ. അങ്ങനെ വെറുതെ പിടിക്കുമ്പോൾ കാട്ടിത്തരാം. കടിക്കുമെന്ന് അറിയില്ല, എടുത്തരാം കേട്ടോ. കിളി 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 കിളി. ഇല്ല, ഇപ്പോൾ നല്ല സ്നേഹമുള്ള ടൈം. അപ്പോൾ ഇങ്ങനെ കടിക്കുന്നത് കണ്ട കടിക്കണോ കടിക്കണോ. കിളി 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 കിളി. ഇതാണപ്പോൾ ടോക്കി സ്റ്റോറി അല്ലേ? ഇന്നും ഞാൻ ഷോർട്സൊക്കെ ഇടുമ്പോൾ ഒരുവിധ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവളുടെ കറക്റ്റ് സ്റ്റോറി പറയാമെന്ന്. ഇവളല്ല ഇവനാണ്, പക്ഷെ ഞാൻ ഇവൾ എന്ന് വിളിക്കും. ടോക്കു.